ചങ്ങായിമാർ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ആ സുഹൃത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത് വരെയുള്ള സുരക്ഷിതത്വം നിങ്ങൾ നോക്കൂലേ? നിങ്ങൾ നോക്കണ്ടേ? ഒരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ, ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അത് നോക്കിയിരിക്കും. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നിടക്ക് ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്രമിച്ച ആൾക്കെതിരെ നമ്മൾ യഥാർത്ഥ സുഹൃത്ത് തിരിച്ചടിച്ചിരിക്കും, തിരിച്ചുപോയി ചോദിച്ചിരിക്കും. ഏകദേശം അതുപോലെ നമ്മുടെ ഇന്ത്യയെ വിശ്വസിച്ചില്ലേ ഇറാന്റെ നാവികസേന നമ്മുടെത്തേക്ക് വന്നിട്ടുള്ളത്? അപ്പൊ നമ്മളെ വിശ്വസിച്ച് വന്നവര് തിരിച്ചവിടെ നാട്ടിലെത്തുന്നത് വരെയുള്ള സുരക്ഷിതത്വം നമ്മുടേതായിരിക്കണം, നമ്മുടെ നാടിന്റേതായിരിക്കണം. പക്ഷെ അതിന്റെ ഇടക്ക് ട്രംപ് എന്ന പേരുള്ള ഒരു നാറി ആ കപ്പലിനെ ആക്രമിച്ച് അതിലുള്ള ഭൂരിഭാഗം പട്ടാളക്കാരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ഇതുവരെ നമ്മുടെ രാജ്യം അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ ട്രംപിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാനോ ഒന്നും നിന്നിട്ടില്ല. കുറെ നാണുമാനും ഉളുപ്പില്ലാത്ത സംഘികളും ക്രിസംഖികളും പറയുന്നത് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവർ തന്നെ തീർത്തോട്ട് നിന്ന്. അങ്ങനെ പറയുന്ന സംഘികളെയും ക്രിസംഖികളും പോലത്തെ പരനാറികൾ ഈ ലോകത്ത് വേറെ എവിടെങ്കിലും ഉണ്ടാവുമോ? ഇതുപോലെ ഇവരുടെ സുഹൃത്തിന് എന്തെങ്കിലും ആപത്ത് വന്നെങ്കിൽ ഇവന്മാർ ഇതേ ഡയലോഗല്ലേ പറയാ, അവനായി അവന്റെ പാടായി, അങ്ങനെയല്ലേ ഈ നാറികൾ പറയാ. എന്തായാലും ഞാൻ ഈ സംഭവത്തിന്റെ വാർത്ത നിങ്ങളെ കാണിച്ചുതരാം. ഈ വാർത്ത കേൾക്കുമ്പോണ്ടല്ല നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ സംഭവവും മനസ്സിലാകും. ശ്രീലങ്കൻ തീരത്ത് കപ്പൽ തകർത്ത വിഷയം പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സമുദ്രമേഖല പിന്നിട്ട ശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. എല്ലാ വശവും നോക്കി മാത്രം പ്രതികരണം നൽകും. ഇന്ത്യയുടെ ക്ഷണപ്രകാരം എത്തിയ കപ്പലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധം അറിയിക്കണമെന്ന് ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത് രഘുവംശം, എന്തുകൊണ്ട് ആയത്തുള്ള ഖമനേയി എന്ന ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തായ ഇറാന്റെ ഭരണാധികാരി മരിച്ചിട്ടും ഒന്ന് മൗണ്ട് ചെയ്യാൻ പോലും ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി ഒരു നയതന്ത്ര രംഗത്ത് ഇന്ത്യ നേരിടുന്നത്? അതെ, ഇതിപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പരോക്ഷമായാണെങ്കിലും ഒരു തിരിച്ചടിയാണ്. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ വെച്ചല്ല ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രതിരോധ വിദഗ്ധരും അതുപോലെ സർക്കാർ വൃത്തങ്ങളും ഒക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ ഒരു ഭാഗം പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഇന്ത്യക്കും ഒരു വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല ഒരു ഇന്ത്യക്ക് തിരിച്ചടിയാണ് എന്നതാണ്. കാരണം ഇന്ത്യ നടത്തിയ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ ഇറാനിയൻ പടക്കപ്പൽ എത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ക്ഷണപ്രകാരമാണ് എത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ഈ മേഖലയിലുള്ള ഒരു സ്വാധീനം അതുകൂടി തിരിച്ചറിഞ്ഞും അത് അംഗീകരിച്ചും ഒക്കെയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സംയുക്ത സൈനിക അഭ്യാസത്തിൽ എത്തിയത്. അന്ന് അമേരിക്കൻ കപ്പലുകളെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ കപ്പലുകൾ അന്ന് എത്തിയിരുന്നില്ല, ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായി വിശാഖപട്ടണത്തേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധികൾ ആ ഒരു നിങ്ങൾ നോക്കിയിട്ട് ഇറാന്റെ നാവികസേന ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ സുരക്ഷിതത്വം ഉണ്ടല്ല, അത് നമ്മുടെ മാത്രം കടമയാണ്. അവരുടെ സുരക്ഷയ്ക്ക് മേലെ ആര് കൈവച്ചാലും അത് ആരായാലും എത്ര വലിയവനായാലും അത് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവാണ്. അതാണ് നമ്മുടെ രാജ്യം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായി ട്രംപിന്റെ മുന്നിൽ കുനിഞ്ഞ് നമ്മളെ നട്ടിലുണ്ടല്ലോ നിവർത്താൻ പറ്റാത്ത അവസ്ഥയിലായി. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ ട്രംപ് ഉഡായിപ്പ് കാണിക്കുമെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യമായിരുന്നു. കാരണം ട്രംപ് ആ പരിപാടിക്ക് അവരുടെ നാവികസേനയെ അയച്ചിട്ടില്ല. അപ്പൊ തന്നെ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മുടെ രാജ്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം നമ്മുടെ ജീക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം ട്രംപ് എത്രമാത്രം ചതിയനാണെന്ന്, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റാത്തവനാണെന്ന് നമ്മുടെ ജീക്കാണ് ട്രംപിനെ പറ്റി അറിയുക. പക്ഷെ ഇറാൻ എന്തായിരുന്നു ചിന്തിച്ചത്? ഇറാൻ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ രാജ്യം അവരെ ചതിക്കില്ല എന്നുള്ള 100% ഉറപ്പിലാണ് അവിടെ നാവികസേനയെ നമ്മുടെ നാട്ടിലേക്ക് വിട്ടത്. അങ്ങനെ നമ്മളെ വിശ്വസിച്ച് വന്ന ഇറാന ഒരിക്കലും നമ്മുടെ രാജ്യം കൈവിടാൻ പാടില്ലായിരുന്നു. ഇനി ഞാനുണ്ടോ നമ്മളൊക്കെ എപ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ കുരുവട്ടുന്ന കുറെ ക്രിസംഖ്യക്കും സംഖ്യക്കുണ്ടല്ല. ഇറാനും നമ്മുടെ രാജ്യം തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ടായിരുന്നെന്നും നമ്മുടെ ജീ വന്ന ശേഷം ആ ബന്ധത്തെ ഏത് ലെവലിലേക്കാണ് കൊണ്ടുപോയെന്നുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇറാന്റെ കൂടെ ഇല്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് ഇറാൻ? ഒരു സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ UN ഒരു പ്രമേയം കൊണ്ടുവരാൻ പോകുമ്പോൾ അതിനെ വീറ്റോ ചെയ്ത ഇറാൻ. നിർണായക ഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയുടെ കൂടെ നിന്ന ഇറാൻ. മധ്യേഷ്യയിലേക്ക് പാകിസ്ഥാൻ ഒഴികെ മറ്റൊരു കവാടം തുറക്കണമെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു അലയായിട്ടുള്ള ഇറാൻ. പരമ്പരാഗതമായി നമ്മളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക് രാഷ്ട്രം. ഇസ്ലാം വേൾഡിൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും ഇന്ത്യക്കില്ല എന്നോർക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ കളിക്ക് പോയിരിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇത്രയും കാലം ഇന്ത്യ ചെയ്തു വെച്ച ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിക്കൊക്കെ ഉള്ള തകർച്ചയാണ്. ഇന്ത്യ എല്ലാ കാലത്തും നീതി, ന്യായം, അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനം ഇതിനെയൊക്കെ വളരെ കാര്യമായി സൂക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് കൺസേൺ ആവുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത് ലോകത്തെല്ലായിടത്തും. ഇത് വളരെ ട്രിക്കി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം മാത്രമല്ല, ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലെ ഇമേജിനെ കൂടെ ബാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആരായി? അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ കളിക്കുന്ന ഒരു കളിക്കാരനായി മാറുകയാണ് ചെയ്തത്. 2 മാസം മുമ്പ് നമ്മളെ മുൾമുയൽ നിർത്തിയ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. നമ്മളെ ഭീഷണിപ്പെടുത്തിയ, നമ്മളെ പുച്ഛിച്ച നേതാവിന്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അയാളുടെ കൂടെ കൂടാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ GCC രാഷ്ട്രങ്ങൾ നോക്കൂ. GCC രാഷ്ട്രങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഷിയ ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഇവരെല്ലാം കളിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യ
സ്വയം അവരുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കൂടെ കൈയിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി അവരുടെ കത്തിൽ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രതന്ത്രജ്ഞത കളിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ദീർഘവീക്ഷണവും ഒരു യുക്തിയും ഒരു മര്യാദയും, അതാണ് ഇന്ത്യയുടെ ഒരു രീതി. വസുദൈവ കുടുംബം എന്ന് പറയുന്നത് വെറുതെ അല്ല, നിങ്ങളുടെ ഒരു പാരമ്പര്യം, ഇന്ത്യയുടെ ഒരു രീതി അതാണ്. വാജ്പേയി പോലും അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. വാജ്പേയി ഇറാനിൽ പോയി കൊടുത്ത വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട് സോണിയാഗാന്ധി. ഇതെല്ലാം മറന്നുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് പോയി അവിടെ കൂടെ നിൽക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇതുവരെ തുടർന്നു വന്ന അവരുടെ ഒരു മാന്യത, ഒരു ജെന്റിൽമാൻ അപ്രോച്ച് ഉണ്ട് ഇന്ത്യക്ക്. അതായത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉണ്ടാക്കിയ രാജ്യമാണെന്ന് ഓർക്കണം. നെഹ്റു ഒന്നും ആവണ്ട മോദി, പക്ഷേ സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന, ഇന്ത്യയുടെ അന്തസ്സിന് ഏൽപ്പിക്കാത്ത ഒരു രാഷ്ട്ര നേതാവായിട്ടെങ്കിലും നിൽക്കണ്ടേ. നെഹ്റു ആവണ്ട, ഒരു സാധാരണ രാഷ്ട്രതലവനെങ്കിലും ആവണ്ടേ. അത് ചെയ്യാതിരിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതെങ്ങനെയാണ് യുദ്ധം തിരിഞ്ഞു പോയത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ വൺസ് ഫോർ എവർ അമേരിക്കൻ പാളയത്തിലേക്ക് ആയി കഴിഞ്ഞു. ഓർക്കുക, 3 മാസം മുമ്പ് നമുക്കെതിരെ വലിയ സാങ്ഷൻസ് വരുമ്പോൾ നമ്മൾ ഇറാൻ, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ റഷ്യ, ഈ 3 പേരുമായി കൈകോർക്കാനുള്ള ഉച്ചകോടിയും മീറ്റിംഗും ആസിയാൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്ത ആളുകളാണ്. 3 മാസം കഴിയുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നത്? 1 വർഷം മുമ്പ് ട്രംപിന്റെ കൂടെ ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് ഇത് മുഴുവൻ നേരെ സമ്മർദ്ദം അടിച്ച് ഇസ്രായേൽ വഴി ഇറാനുമായി കൂടുകയാണ്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് മോദി ഇസ്രായേൽ പോയി ഹമാസിലെ ഈ ഫലസ്തീനിലെ കൂട്ടങ്ങൾക്ക് ശേഷം ഇസ്രായേലിനുള്ള എല്ലാ പിന്തുണയും കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആശാൻ ഇത് ചെയ്തത്. ചുരുക്കത്തിൽ ഈ പ്രശ്നം ഇന്ത്യയുടെ ഒരു ഇമേജിന് വളരെ വലിയ കോട്ടം സംഭവിക്കുന്ന, ഇന്ത്യക്ക് ഇനി ഒരിക്കലും അന്താരാഷ്ട്ര തലത്തിൽ ഒരു ജെന്റിൽമാൻ ഇമേജ് ഇല്ലാത്ത അമേരിക്കൻ പക്ഷപാതിയായ ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ്. അതിന്റെ ഗുണമായാലും അതിന്റെ മോശമായാലും ഇന്ത്യ അനുഭവിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറയാം. നോക്കൂ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ച ശേഷം ഗൾഫ് രാജ്യങ്ങളിലാണ് നമ്മൾ എണ്ണ ഇറക്കുമതി കൂട്ടിയത്. ആ കനാലിലൂടെ ഇനി ഒരൊറ്റ കപ്പൽ ചേർക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇറാൻ തീരണം, അല്ലെങ്കിൽ ഇറാൻ വിട്ടുകൊടുക്കണം. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം അത് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഈ അടുത്ത തീരുമാനത്തിന്റെ ഉടനടി നമുക്ക് തന്നെ ഫലം അനുഭവിക്കാൻ പോവുകയാണ്. എണ്ണ വില കൂടാൻ പോവുകയാണ്, ഗ്യാസിന്റെ സപ്ലൈ കുറയാൻ പോകണം. അമേരിക്ക ഒരു പ്രശ്നം വരില്ല. അമേരിക്കയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി വരുന്ന രാജ്യം. അമേരിക്ക അതൊരു വിഷയമേ അല്ല. പക്ഷേ ഇന്ത്യ അനുഭവിക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനുണ്ടല്ല മറ്റുള്ള രാജ്യങ്ങൾ മുന്നിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു, ഒരു തന്റെ ഇടം ഉണ്ടായിരുന്നു, ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ആ നമ്മൾ ഇപ്പൊ എവിടെയാണ്? പുലിവാൽ കല്യാണത്തിലെ ജഗദീന്റെ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ലാലു അലക്സ് സന്തോഷിക്കുമ്പോഴല്ല ജഗദീന്റെ മകൻ പോയിട്ട് ജയസൂര്യന്റെ പെങ്ങക്കിട്ടല്ല മോതിരിടും. ലാലു അലക്സിന് ദേഷ്യം വരുമ്പോഴല്ല ജഗദീന്റെ മകൻ പോയിട്ടുണ്ടല്ല ജയസൂര്യയുടെ പെങ്ങെടുക്കുന്ന ആ മോതിരം മൂരും. ആ ജഗതിയുടെ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉള്ളത്. പക്ഷേ തള്ളിന് യാതൊരു കുറവില്ല. തള്ളല്ലാന്നെങ്കിൽ കിൻഡല് തള്ളാന്ന് തള്ളുന്നത്. നിങ്ങൾ തള്ളിക്കോന്നേ, നിങ്ങൾ എത്ര വേണമെങ്കിലും തള്ളിക്കോ ജി. പക്ഷെ നമ്മുടെ രാജ്യത്തെ വേറൊരു രാജ്യത്തിന് മുന്നിൽ തല കുനിക്കാൻ വിടാൻ പാടില്ലായിരുന്നു. അതുണ്ടല്ലോ, രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരനും അത് മാത്രം സമ്മതിക്കാൻ പറ്റൂല. പിന്നെ ഇസ്രായേലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് പറഞ്ഞു നടക്കുന്ന കുറെ വിവരവും ബോധമില്ലാത്ത ചാണക സംഖ്യകളും ക്രിസംഖ്യകളും ഉണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഇസ്രായേൽ ഉണ്ടല്ല കുറച്ച് യുദ്ധോപകരണങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്നത്. അതും വെറുതെ ഒന്നല്ലട്ടാ, ലോകത്തില്ലാത്ത വിലക്കാണ് അവർ ഓരോ ഉപകരണവും നമ്മുടെ നാടിന് കൊടുക്കുന്നത്. പക്ഷെ ഇറാൻ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ വാണിജ്യത്തിന് ആവശ്യമായ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സഹായങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഉണ്ടല്ല ലോക വിവരവും കുറച്ചെങ്കിലും തലയിലും ബോധവും വേണം ചാണക സംഖ്യകളെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നെതന്യാഹും ട്രംപും നമുക്ക് യുദ്ധോപകരണം തരുമ്പോണ്ടല്ല യുദ്ധം കൂടി ഉണ്ടാക്കിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ അവരെപ്പോഴും യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ പരിപാടി എടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അവരുടെ യുദ്ധ സാധനങ്ങളുണ്ടല്ല അത് വിറ്റുപോകൂ. അതൊക്കെ മനസ്സിലാക്കാനുള്ള മിനിമം ബോധം നമ്മളെപ്പോലുള്ളവർക്കുണ്ട്. പക്ഷെ സംഖ്യക്കും ക്രിസംഖ്യക്കും അതൊക്കെ മനസ്സിലാക്കാനുള്ള മിനിമം ബോധം പോയിട്ട് തലയിൽ ഒരു ഉണ്ടിയുമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ച് വന്ന ഇറാനെ തിരിച്ചു പോകുമ്പോൾ ട്രംപ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ കടമയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ച് വന്ന ഇറാന്റെ കൂടെ മാത്രമേ നമ്മളെപ്പോലുള്ള ഓരോ രാജ്യം സ്നേഹിക്കാൻ നിൽക്കാൻ പറ്റൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.